ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ഞാനും അമ്മയും അങ്ങോട്ട് പോവാണ്. അപ്പം ഗെറ്റ് റെഡി ഫോർ എൻഗേജ്മെൻറ്റ്. ഞാൻ ഹാഫ് സാരി എടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ തയ്ക്കാൻ കൊണ്ട് കൊടുത്തു, പക്ഷേ തച്ച് കിട്ടിയില്ല. അങ്ങനെ സാരിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പോയി മേക്കപ്പൊക്കെ ഇടട്ടെ. വലിയ മേക്കപ്പൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ തന്നെ മറ്റേ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ സ്കിൻ ഇച്ചിരി ഇതാണ്, മറ്റേ ഈ ആക്നിയൊക്കെ ഉള്ള സ്കിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കംഫർട്ടബിൾ ആണെന്ന്. അങ്ങനെ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ ടോണറ് നേരെ ഇടാൻ എനിക്ക് അതുമായിട്ട് അറിഞ്ഞൂടെ, നോക്കാം. ഓക്കെ, ഇച്ചിരി പിശുക്കിയാണ് കേട്ടോ ഞാൻ, ഇച്ചിരി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അപ്പം അപ്പോൾ ടോണർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ സ്കിൻ അങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നല്ല. അപ്പം എനിക്കിതുവരെ ഈ ഓയിലി സ്കിന്നാണ് എൻ്റെ. അപ്പം എനിക്കിതുവരെ എൻ്റെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വെറുതെ യൂസ് ചെയ്ത് പണി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും വോവിൻ്റെ മറ്റേ അലോവേര ജെല്ലാണ് തേക്കുന്നത്. അതായത് ഈ ടോണറിന് ശേഷം അലോവേര ആണ് തേക്കുന്നത്. തെറ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സാരി ഉടുത്തു, കാരണം ഓൾറെഡി നമ്മൾ കുറേ ലേറ്റായി. അപ്പോൾ എനിക്ക് ഉടുക്കാനും അറിയില്ല നേരെ. അപ്പോൾ അമ്മയാണ് വന്ന് ഉടുത്തു തന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് ആദ്യം സാരി ഉടുത്തിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാരി ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടണം, അതായത് കമ്മലും മാലയൊക്കെ ഇടണം. അല്ലാണ്ട് എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞാൻ പോയി കമ്മലും മാലയൊക്കെ ഇട്ടു. മേക്കപ്പിനിരുന്നു. മേക്കപ്പ് വലിയ മേക്കപ്പൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ആദ്യം സൺസ്ക്രീൻ നോക്കി. സൺസ്ക്രീൻ ആണെങ്കിൽ തീർന്നിരുന്നു. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു സൺസ്ക്രീം ഉണ്ടായിരുന്നു, അതും നമ്മുടെ NYBയുടെ സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്രീം. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ആദ്യം ഞാൻ ഇട്ടു. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ആ മാമാഅർത്തിൻ്റെ ഫൗണ്ടേഷനും പിന്നെ അതിൻ്റെ കൂടെയും വീണ്ടും ഞാൻ ആ NYBയുടെ സ്റ്റോപ്പ് ക്രീം മിക്സ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഇത് പ്രത്യേക ഒരു ഗ്ലോ തരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തു. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടാണ്. അത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്, നല്ലതാണ് കേട്ടോ ഇൻസൈറ്റിൻ്റെ കൺസീലർ. ഓവർ ലുക്കൊന്നും തോന്നില്ല, ഒരു സിമ്പിൾ ലുക്കായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ജസ്റ്റ് പോൺസിൻ്റെ ഒരു പൗഡറും കൂടെ ഇട്ടെടുത്തു. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് പർപ്പിളിൽ നിന്ന് ഷോപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു, NYBയുടേത്. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
പിന്നെ അതിനുശേഷം വീണ്ടും നമ്മുടെ വൈബയുടെ തന്നെ സ്റ്റോപ്പ് ക്രീമാണ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതാണ്, സാധാ നോർമൽ കാലിൽ വെച്ച് തന്നെയാണ് കണ്ണെഴുതുന്നത്. പിന്നെ കണ്ണെഴുതുന്നത് എനിക്ക് കുറച്ച് സീരിയസ് ആണ്, അപ്പോൾ എനിക്ക് നേരെ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോർമൽ ആയിട്ടാണ് കണ്ണൊക്കെ എഴുതൊക്കെ സെറ്റായി ഗൈസ്. ഇനി ലിപ്സ്റ്റിക്ക് ഇടണം, മുടി വെട്ടണം, ബാക്കിയെല്ലാം ഓക്കെ. ലിപ് ബാം ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാർസിൻ്റെ ഒരു കോഫി ബ്രൗൺ ഉണ്ട്, ഷെയ്ഡ് നമ്പർ 6 or 4 ആണ് തോന്നുന്നു. അതാദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും മാർസിൻ്റെ തന്നെ ഷെയ്ഡ് നമ്പർ 4 ആണ്, 6 അല്ലെങ്കിൽ 4, അത് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അത് തന്നെ കണ്ണിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എന്ത് സ്കിപ്പ് ചെയ്താലും ലിപ്സ്റ്റിക്ക് സ്കിപ്പ് ചെയ്യാറില്ല. വീണ്ടും ലാസ്റ്റ് ഇതാണ്ടായിരുന്നത് സുഡിയോയിൽ ഇപ്പോൾ മേടിച്ചതാണ്, ഒരു ബ്രൗൺ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ലാസ്റ്റ് അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ഡ്രൈ ആയിപ്പോ മുടി കെട്ടണം ഗൈസ്. മുടി കെട്ടണമാണ് വലിയ ടാസ്ക്. എനിക്ക് മുടി കെട്ടണം, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പല പല സ്ഥലങ്ങളിൽ ഓടി നടന്നാണ് മുടി കെട്ടണം. അപ്പം മുടി കെട്ടിയിട്ട് കാണാം. അങ്ങനെ മുടി കെട്ടി ഗൈസ്. മുടി എങ്ങനെ ഞാൻ ട്വിസ്റ്റ് ചെയ്താണ് കിട്ടിയത്. മുടി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്, അതായത് സെറ്റിംഗ് സ്പ്രേ ഞാൻ അടിച്ചില്ലായിരുന്നു, മറന്നുപോയി. കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങി നിന്ന് കുറച്ച് പട്ടി ഷോ കാണിക്കും ഗൈസ്. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞായിരുന്നു. എനിക്ക് ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വരുന്നതിൻ്റെ ആ ഒരു തിരക്കായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞായിരുന്നു. എന്നാൽ വീഡിയോ എടുക്കട്ടെ. തിരിയടി ലക്ഷ്മി. അതാണ് വീഡിയോ. ചേട്ടൻ്റെ ചേച്ചിനെ എടുക്കട്ടെ. പോയിട്ട് വേണം ഒന്ന് പോരി, ഞാൻ ചെന്ന് പറയാൻ പഠിപ്പിച്ചു കൊടുക്കല്ല. അത് തന്നെ ഇങ്ങനെ നോക്ക് കൊള്ളാല്ലേ. വീഡിയോ കൊള്ളാം. അഭിനയിക്കണേ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞ്. കുറച്ചു നേരം നമ്മൾ അങ്ങനെ ഇരുന്നു ഗൈസ്. ഞാനും അമ്മ ഇങ്ങനെ കുറച്ചു നേരം പോസ്റ്റ് അടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. ഇവൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. അവളുടെ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളായി ഇവളെ കണ്ടിട്ട്, അപ്പോൾ കാണാനും പറ്റി. നിന്നില്ല, ഫുഡും കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിയായിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. എൻഗേജ്മെൻ്റ് ഒക്കെ അടിച്ച് പൊളിച്ചു ആയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.